കോഴിക്കോട് കൂളിമാട് ബൈക്ക് യാത്രികരായ സഹോദരങ്ങളെ കാർ കൊണ്ട് ഇടിപ്പിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. കാർ ഓടിച്ച് ഇർഫാന്റെ വീട്ടിൽ ബൈക്ക് യാത്രികർ എത്തി സംഘർഷമുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇർഫാനെ തിരഞ്ഞാണ് ബൈക്ക് യാത്രികരായ സഹോദരങ്ങളായ തസ്നീനും തൻസീമും വീട്ടിൽ എത്തിയത്. അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇർഫാൻ കാർ കൊണ്ട് ഇടിപ്പിച്ചത്. സാമ്പത്തിക തർക്കങ്ങളെ തുടർന്നുള്ള കുടിപ്പകയാണ് ഈ സംഘർഷങ്ങൾക്ക് എല്ലാം കാരണമെന്നാണ് വ്യക്തമായി വരുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഈ ദൃശ്യങ്ങൾ കൂടി വരുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് വരുന്നു. എന്തൊക്കെയാണ് ഇതിലെ ദുരൂഹതകളായിട്ട് ഉണ്ടായിരുന്നത്? അത് അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമാകുന്നുണ്ട്? അതേ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കൂളിമാട് മുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇതിന്റെ ഈ ഒരു സംഭവങ്ങൾ ഇത്തരത്തിലാണ്. ഇന്ന് രാവിലെ 9:30 തന്നെ ചെറുവാടി സ്വദേശിയായിട്ടുള്ള ഇർഫാൻ പ്രദേശവാസിയായ തൻസീഫ് എന്നയാളുടെ വീട്ടിലെത്തുകയും ഇവർ തമ്മിലൊരു സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അയാളുടെ വീട്ടിലെത്തി തൻസീഫിനെ ഇർഫാൻ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ തൻസീഫിനെ ഇർഫാന്റെ കാറിൽ തൻസീഫിന്റെ ഉമ്മയോടൊപ്പം സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്നും വാഹനം പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇർഫാൻ ഇവരെ ആശുപത്രിയിലാക്കിയതിനു ശേഷം കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ മർദ്ദനമേറ്റ അൻസീഫിന്റെ 2 സഹോദരങ്ങൾ ഇവർക്ക് ഇത്തരത്തിൽ വീട്ടിൽ കയറി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നു. അതേ തുടർന്ന് ഇർഫാനെ അന്വേഷിച്ച് ഇർഫാന്റെ വീട്ടിൽ ഇവരെത്തുന്നു. അവിടെ എത്തി ആ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്നും ഇത്തരത്തിൽ ഇവർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ മർദ്ദനമേറ്റ തൻസീഫിന്റെ സഹോദരങ്ങൾ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് ആശുപത്രിയിൽ നിന്നും തിരികെ പോകുന്ന ഇർഫാനെ കാണുന്നത്, വാഹനത്തിൽ പോകുന്ന ഇർഫാനെ കാണുന്നത്. അപ്പോൾ ആ കാറിന്റെ മുൻപിൽ ബൈക്ക് നിർത്തി, അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിച്ച് ആ കാർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇർഫാൻ നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കാർ ഉപയോഗിച്ച് ഈ സഹോദരങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ഈ സംഘർഷങ്ങളെല്ലാം തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ കയറിയുള്ള മർദ്ദനം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് കാറിൽ ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ 2 സഹോദരങ്ങൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ വെച്ചുണ്ടായ മർദ്ദനത്തിൽ തൻസീഫിനും പരിക്കേറ്റിട്ടുണ്ട്. തൻസീഫിനെയും സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക തർക്കം തന്നെയാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗീത. ശരി ബെൻസൺ.